മനാഫ്, അർജുൻ ഇവർ പേടിക്കുന്നു. മതസൗഹാർദ്ദം ഉണ്ടായാലോ എന്ന് പേടിക്കുന്നു. ആ ബോഡി എടുക്കാൻ ഇത്ര കോടി രൂപ വേണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബോഡി എടുക്കാൻ ആര് മുന്നോട്ട് വരുമായിരുന്നു? അത്രയും ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. തമിഴന്മാരായിട്ടുള്ള ആൾക്കാരെ അവരെന്താ മനുഷ്യന്മാരല്ലേ? അവർക്കെന്താ വാല്യൂ ഇല്ലേ? അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ മീഡിയയും ഇതേ ഫാമിലിയും ഈ നാട്ടുകാരും കല്ലെറിഞ്ഞു കൊല്ലുന്നതിനേക്കാളും മോശമായ രീതിയിൽ മനാഫിനെ കുറിച്ച് പറയുമായിരുന്നു. ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടും വിചാരിച്ചു. അറിയില്ല. അപ്പോഴേ അറിഞ്ഞോ, മനാഫ്കാക്കെതിരെ എടുത്ത കേസ് വകുപ്പ് ഏതാന്നുള്ളത് മനസ്സിലായോ? അതിലെ 1-ാം പ്രതി എന്താണെന്നറിയോ? കലാപാഹ്വാനം. അതായത് മതങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് എടുത്തത്. ഈ കേസ് കൊടുത്ത ഫാമിലി കേസിൽ ഒരിക്കലും എവിടെയും ഒരു പ്രത്യേക ഒരു പേഴ്സണെ മെൻഷൻ ചെയ്തിട്ടല്ല കേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കേസ് എടുത്തത് മനാഫ്കാക്കെതിരെയാണ്. 1-ാം പ്രതി ആക്കിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് കലാപാഹ്വാനമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ 3-4 കോടി ജനങ്ങൾ എല്ലാവരും തന്നെ കേരളത്തിൽ നിന്നും ഈ 72 ദിവസവും ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ എവിടെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും മനാഫ്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ കലാപാഹ്വാനം ചെയ്തത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ ഈ അർജുൻ, മനാഫ് എന്ന 2 പേരുകൾ ജനങ്ങളിലെ ആർക്കൊക്കെയോ കുറച്ച് പേർക്ക് മാത്രം പേടി ഉളവാക്കുന്നു. കാരണം ഇവർ 2 പേരുടെയും മതം 2ആണ്. ഇതിന് മെയിനായിട്ട് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കലാപാഹ്വാനം എന്നുള്ള ഒരു കേസാണ് എടുത്തത്. ഫാമിലി പ്രത്യേകമായിട്ട് ആരെയും മെൻഷൻ ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എടുത്തിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും മതങ്ങൾ, അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ സൗഹൃദപരമായിട്ട് ഈ 72 ദിവസങ്ങളും തൻ്റെ സ്വാർത്ഥതയോ ഒന്നും തന്നെ നോക്കാതെ, ഭക്ഷണമോ അല്ലെങ്കിൽ സാമ്പത്തികമോ നോക്കാതെ ഒരാളെ സഹായിച്ചിരിക്കുന്നു. അത് അന്യമതത്തിൽപ്പെട്ട ഒരാളായത് കൊണ്ട് ഇനി ഇവരെങ്ങാനും ഒന്നിക്കുമോ എന്ന് പേടിക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കേസ് എടുത്തത്. വേറെ എന്തെങ്കിലും കേസാണെങ്കിൽ പോലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണമോ? നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ സംഭവങ്ങൾക്ക് പോലും അതീതമായിട്ട് ഒരു കേസ് എടുത്തിരിക്കുകയാണ്. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതോ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തിനങ്ങനെ ഒരു കേസ് എടുക്കണം? അദ്ദേഹം ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിച്ചിട്ടില്ല. ആ ഒരു മനുഷ്യന്റെ ബോഡി എങ്കിലും എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതിൽ മേ ബി രാഷ്ട്രീയപരമായിട്ട് വല്ല കളികളും നടക്കുന്നുണ്ടാവാം. 2 കുടുംബങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ 2 ആൾക്കാർ തമ്മിലുള്ള ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും ഒരു 2 ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീരാവുന്ന ഒരു പ്രോബ്ലത്തിനെ ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ള ഒരു വലിയൊരു സംഭവമാക്കി മാറ്റാനും വേണ്ടിയിട്ട് ആരൊക്കെയോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു മക്കളെ. ഇനി ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ ഒരാളെ രക്ഷിച്ചതിൻ്റെ അല്ലെങ്കിൽ സഹായിച്ചതിൻ്റെ പേരിൽ ഇത്രയും ക്രൂശിക്കപ്പെടുമ്പോൾ ഇതെല്ലാം തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ വരും തലമുറ ഇതൊക്കെയാണ് കാണുന്നത്. ഒരാളെ സഹായിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ സമാധാനം തന്നെ കളയുന്ന രീതിയിലേക്ക് മുന്നിലേക്ക് പോയാൽ എങ്ങനെയാണ് ഇനി റോഡരികിൽ ആരെങ്കിലും അപകടത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പോയി തട്ടി ഉണർത്തി വിളിച്ചിട്ട് നീ ഏതാണ് മതം, എൻ്റെ മതത്തിൽപ്പെട്ടവനാണോ, ഞാൻ വിശ്വസിക്കുന്ന അതേ മതത്തിൽപ്പെട്ടവനാണോ, എങ്കിൽ മാത്രം നിന്നെ രക്ഷിക്കാം എന്ന് പറയാൻ തയ്യാറുള്ള സമുദായമായി അല്ലെങ്കിൽ സമൂഹമായി മാറും ഇനി അങ്ങോട്ട് പോകുമ്പോൾ. ഇതിലെല്ലാറ്റിലും മതവും ഇതും കലർത്തി കഴിഞ്ഞാൽ. പക്ഷെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മനാഫ്ഖാന്റെ കാര്യത്തിൽ ജാതി മത ഭേദമന്യേ കേരളീയൻ മലയാളികളെല്ലാവരും ഒന്നിച്ച് മനാഫ്ഖാന്റെ കൂടെയാണ് നിൽക്കുന്നത്. മനാഫ്ഖാനെ തളർത്താനും അല്ലെങ്കിൽ താഴ്ത്താനും ആ ഒരു റീച്ച് കുറയ്ക്കാനും അദ്ദേഹത്തിന് കിട്ടിയ സൽപ്പേര് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കേസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കേസ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ഓർത്തോളൂ, മലയാളികൾ അദ്ദേഹത്തെ അവരുടെ മനസ്സിൽ നിന്നും താഴെ ഇറക്കില്ല. അവരിതെല്ലാം തന്നെ ലൈവായിട്ട് കണ്ട കാര്യങ്ങളാണ്. ഈ 72 ദിവസം ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം അവർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും ഒന്നും അദ്ദേഹത്തെ താഴെ ഇറക്കാൻ പറ്റൂല. അദ്ദേഹം ഉയർന്നുകൊണ്ടേയിരിക്കും. ഓരോ കേസ് വരുമ്പോഴും ഓരോ അദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും
അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റാറ്റസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം, കാരുണ്യം, സ്നേഹമുള്ളവൻ എന്നുള്ളതെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കുറച്ചിലും വരില്ല. ആരെങ്കിലും ഈ ഒരു സംഭവത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഒരു മരണപ്പെട്ട ഒരു വീടാണ്, അവർ ഒരുപാട് വിഷമത്തിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ അവർക്കുണ്ടായ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിയിട്ട് ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് ആരെങ്കിലും ട്രൈ ചെയ്തതാണെങ്കിൽ ശരിക്കും അത് വലിയൊരു നഷ്ടം ആ കുടുംബത്തിന് തന്നെയാണ്. ഇത്രയും സ്നേഹിക്കുന്ന, കൂടെ നിൽക്കുന്ന ആ മനുഷ്യനെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അറിഞ്ഞും അറിയാതെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ്. ആ ഒരു ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വണ്ടി കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു. പിന്നെ എന്തിനാ അദ്ദേഹം ഇതിന് പുറകെ നിന്നു? എന്തിനാ അവിടെ ആ ഭാഗത്ത് ഇത്രയും ദിവസങ്ങൾ സ്റ്റേ ചെയ്തത്? വീട്ടിൽ പോയി കടന്നുറങ്ങിക്കൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് അദ്ദേഹം ചെയ്തില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും മുതലെടുപ്പോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും മുതലെടുപ്പോ ഇതിൽ നടക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നമ്മൾ ഒന്നും ചെയ്യാത്ത എല്ലാ തെളിവുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടും, അദ്ദേഹം ചെയ്ത നല്ല നല്ല കാര്യത്തിന്റെ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വരണമെങ്കിൽ നമ്മൾ എല്ലാവരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭാവി തലമുറയെ മതം നോക്കി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇനി അടുത്തൊരു കാര്യം, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംഭവം. എന്താണ് ഈ ഭിന്നിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ മതവും അർജുന്റെ മതവും വേറെ വേറെ ആയതുകൊണ്ടാണോ? ജനങ്ങൾ ചോദ്യം ചെയ്തു കുറച്ച് കാര്യങ്ങൾ. ആ ഫാമിലിക്കെതിരെ ജനങ്ങൾ ചോദ്യം ചെയ്തത് ഇവർ കൊടുത്ത ആ ഒരു പ്രസ് മീറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജനങ്ങൾ കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഈ ജനങ്ങൾ മൊത്തം, ഈ കമന്റ് ഇട്ട എല്ലാവർക്കും എതിരെയും കേസെടുക്കാൻ പറ്റില്ല. അതിന് ഈ ഒരു മനുഷ്യനാണോ കരുവാക്കേണ്ടത്? ഇതിലെവിടെ ഭിന്നിപ്പുണ്ടാക്കി? അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തതും പറഞ്ഞതും. അത് അദ്ദേഹത്തിന്റെ നിർബന്ധിത അവസ്ഥയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ എപ്പോഴാണ് മലയാളികൾ അറിഞ്ഞത്? അവിടെ അപകടം ഉണ്ടായ സമയത്ത് ആർക്കും അറിയില്ല ആ ലോറിക്കുള്ളിൽ ആരാണെന്നുള്ളത് അറിയില്ല. ഈ മനാഫ് എന്നുള്ള മനുഷ്യൻ അവിടെ പോയി നിന്നുള്ള അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് പോലീസുകാരെത്തുന്ന. അവിടെയൊന്നും ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാനാണ് ലോറി ഉടമ, അതിനകത്ത് അർജുൻ എന്ന് പറഞ്ഞ എൻ്റെ ആളുണ്ട് എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും അറിയുന്നത്. അതിനു മുമ്പ് അർജുൻ ആർക്കെങ്കിലും അറിയോ? അർജുൻ്റെ ഫാമിലിന് ആർക്കെങ്കിലും അറിയോ? അദ്ദേഹം മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയതാണ്. മലയാളിയാണ് അവനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ് വലിയൊരു വികാരം മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അർജുൻ്റെ ബോഡി കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടില്ല, ഇത്രയും പണിപ്പെടില്ല ആരും. കാരണം അതിനുള്ള തെളിവുണ്ട്. ഇപ്പോഴും അർജുൻ്റെ കൂടെ ആ ഒരു മണ്ണിടിച്ചലിൽ പോയ ആൾക്കാരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. തമിഴന്മാരായിട്ടുള്ള ആൾക്കാരെ അവരെന്താ മനുഷ്യന്മാരല്ലേ? അവർക്കെന്താ വാല്യൂ ഇല്ലേ? പക്ഷെ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഓളമാണത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എന്താ പറയുക, പ്രസ് മീറ്റുകൾ നടത്തി, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കൂട്ടി. ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ നിന്ന് ആ ബോഡി എടുക്കാൻ ഇത്ര കോടി രൂപ വേണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബോഡി എടുക്കാൻ ആര് മുന്നോട്ട് വരുമായിരുന്നു? അത്രയും കോടി രൂപ ചെലവഴിക്കാൻ ആര് മുന്നോട്ട് വരുമായിരുന്നു? മനാഫ്ക വരുമായിരുന്നു, ആരും ഇല്ലെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓൾറെഡി പറഞ്ഞാണ്, എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഞാൻ അവനെ ഈ പുഴയ്ക്ക് വിട്ടുകൊടുക്കാതെ, ഞാൻ ഈ പുഴയിൽ അവനെ അന്തി ഉറങ്ങാൻ വിടാതെ ഞാൻ അവനെ കൊണ്ടുപോകും എന്നുള്ള വാക്ക് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ JCB ഒക്കെ വിറ്റിട്ടൊക്കെ നിന്നിട്ടുള്ളത്. ഇത് ആർക്കെങ്കിലും അറിയോ? ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യോ? ഞാനാണെങ്കിൽ ചെയ്യില്ല കേട്ടോ. ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്തെങ്കിലും പൈസ ആർക്കും വേണ്ടിയിട്ട് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ ചെയ്യില്ല. സോ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക തന്നെ വേണം. ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചതിന് എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഇന്ന് ഈ സ്നേഹിച്ച ഈ മലയാളികൾക്കെതിരെ കേസെടുക്കൂ. അദ്ദേഹത്തെ സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട, ആദരിച്ച മലയാളികൾക്കെതിരെ കേസെടുക്കൂ. അതല്ല അതിൻ്റെ ഒരു ശരി. അദ്ദേഹത്തിലൊന്നും ചെയ്തിട്ടില്ലേ? ഇന്റർവ്യൂസിന് ചാനലുകാർ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇന്റർവ്യൂ തരില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണ്ട, ഇതൊന്നും വേണ്ട. ഒരു മുതലാളിയല്ലേ, അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ മീഡിയയും ഇതേ ഫാമിലിയും ഈ നാട്ടുകാരും കല്ലെറിഞ്ഞു കൊല്ലുന്നതിനേക്കാളും മോശമായ രീതിയിൽ
മനാഫിനെ കുറിച്ച് പറയുമായിരുന്നു. മാറി നിന്നാലും കുറ്റം, ചേർന്ന് നിന്നാലും കുറ്റം, കൂടെ നിന്നാലും കുറ്റം, നിന്നില്ലെങ്കിലും കുറ്റം. എങ്ങനെ പോയാലും കിട്ടേണ്ടത് ഇതേ കിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വിഷമത്തിൻ്റെ ആഴം നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും വലുതാണ്. ഇതിൽ ആർക്ക് നേട്ടമുണ്ടായി? ഈ ഒരു മരണത്തിൽ മനാഫ്കാക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് അങ്ങനെ ഒരു കേസ് ശരി ഫാമിലി ആരെയും മെൻഷൻ ചെയ്യാതെയാണ് ഒരു തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടാണ് കേസ് കൊടുത്തത്. കേസ് എടുത്തത് പോലീസാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് എടുക്കണ്ടെന്നുള്ളത് പറയാമായിരുന്നു. കാരണം അതിനുള്ള തെളിവുകളൊന്നുമില്ല. ഇനിയിപ്പോൾ അന്വേഷണം നടന്നിട്ട് എല്ലാവരെയും അന്വേഷിക്കട്ടെ. ആരെങ്കിലും ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്തിനെങ്കിലും പേരിൽ എന്നുള്ളത്. ഉണ്ടാക്കാൻ ശ്രമിച്ചവരുണ്ടാവും. കാരണം രണ്ടുപേരുടെയും പേരുകൾ, ഒരാളുടെ വേറൊരു മതം, ഇന്നൊരാളുടെ വേറൊരു മതം. മനാഫ്, അർജുൻ, ഇവർ പേടിക്കുന്നു. മതസൗഹാർദ്ദം ഉണ്ടായാലോ എന്ന് പേടിക്കുന്നു. മതസ്പർദ്ധയല്ല ഉണ്ടാക്കാൻ അതല്ല പേടി. മതസൗഹാർദ്ദം എങ്ങാനും ഉണ്ടായാലോ എന്ന് പേടിക്കുന്ന ആൾക്കാരാണ് ഇതിന് പുറകെ എന്നുള്ളത് 100% അരിയാഹാരം കഴിക്കുന്ന ബുദ്ധിയും വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ മനുഷ്യ സ്നേഹമുള്ള ആൾക്കാർ, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ മനാഫ് എന്ന് പറഞ്ഞ ആളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും അദ്ദേഹം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആരും ഇറക്കി വെക്കാനായിട്ട് പോകുന്നില്ല. അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറേ കളികൾ എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും നല്ലത്. ജനങ്ങൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വിടും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങൾ ഇതുപോലെ കേസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നാൽ മനാഫ്ക എന്ന് പറയുന്ന ആൾ ഉയർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിലുള്ള മിക്ക 99% കാരുണ്യമുള്ള ആൾക്കാരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടവരാണ്. ഫാമിലിൻ്റെയും എല്ലാം കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യന് ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കുക പ്ലീസ്.